നൈസ് തിങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 5ാം ക്ലാസ്സുകാരുടെ സാമൂഹ്യശാസ്ത്രം ക്വസ്റ്റ്യൻ്റെ അവലോകനവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 2017-18 അധ്യയന വർഷത്തിലെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ് അവലോകനത്തിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അതായത് കൂൾ ഓഫ് ടൈമാണ്, സമാശ്വാസ സമയം. 8 പ്രവർത്തനങ്ങൾ ഉള്ളതിൽ നന്നായി അറിയാവുന്ന 6 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ചോയ്സ് ഉണ്ട്, 2 എണ്ണം എഴുതണ്ട അല്ലേ. 8 എണ്ണത്തിൽ 6 എണ്ണം എഴുതിയാൽ മതി. പിന്നെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കേണ്ടതാണ്. ഓരോ പ്രവർത്തനത്തിനുമാണ് ഇത്ര മാർക്ക് എന്ന് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഓരോ പ്രവർത്തനത്തിൽ നിന്നും വരുന്ന ഉപചോദ്യങ്ങൾ എഴുതാനായിട്ട് മറന്നു പോകരുത്. എല്ലാ ഉപചോദ്യങ്ങളും എഴുതുമ്പോൾ മാത്രമാണ് അതിന് മുഴുവൻ മാർക്കുകളും വരുന്നത്. പ്രവർത്തനം 1. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്ലൂട്ടോയെ ഗ്രഹപ്പട്ടികയിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം ഇപ്പോൾ ഗ്രഹങ്ങളുടെ എണ്ണം 8 ഗ്രഹങ്ങളാണുള്ളത്. അവയെ വലിപ്പക്രമത്തിലും സ്ഥാനക്രമത്തിലും പഠിക്കുക. ഓക്കെ, ഇനി ചോദ്യം നോക്കൂ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത്? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം വരുന്നതാണ് നെപ്റ്റ്യൂൺ. ഓക്കെ, സൗരയൂഥത്തിൻ്റെ ചിത്രം വരച്ച് ചുവടെ ചേർത്ത സവിശേഷതകളുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം വരച്ച് ചേർക്കുക. വരച്ചു ചേർത്ത ഗ്രഹങ്ങളുടെ പേരുകളും എഴുതുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചുവടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ? ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാശയുനു ഫൂഷു ചൊബു എന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. അതായത് ഓരോ ഗ്രഹങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, വ്യാശയുനെ ഫൂഷു ചോബു, ചൊവ്വ, ബുധൻ, വ്യാശയുനെ ഫൂഷു ചൊബു എന്ന് പഠിക്കുക. അപ്പോൾ അതിൻ്റെ എന്താണ് വലിപ്പക്രമം മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. രണ്ടാമത്തെ എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത്? സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം വലിപ്പത്തിലല്ല, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ബുധൻ. അടുത്തത് ചന്ദ്രൻ ഉപഗ്രഹമായിട്ടുള്ള ഗ്രഹം ഏത്? ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ അല്ലേ. അപ്പോൾ ചന്ദ്രൻ ഉപഗ്രഹമായിട്ടുള്ള ഗ്രഹം ഏതാണ്? ഭൂമി. അടുത്തത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹങ്ങളുടെ സവിശേഷതകൾ പഠിക്കണേ മക്കളെ. അപ്പോൾ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അപ്പോൾ ഇത്രയും ഓർബിറ്റ് വരച്ച് അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പ്രവർത്തനത്തിലെ മുഴുവൻ മാർക്കും നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. വൻകരകളെക്കുറിച്ച് നേടിയ അറിവുകൾ ഉൾപ്പെടുത്തി താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. വൻകരകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രവർത്തനം തന്നിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്ന പട്ടികകൾ നോക്കൂ. ആദ്യം നമ്പറുകൾ തന്നിട്ടുണ്ട്. 2 വൻകരകൾ വലിപ്പക്രമത്തിൽ എഴുതുക. അതിനുശേഷം അടിസ്ഥാന വിവരങ്ങൾ പൂരിപ്പിക്കുക. ഓക്കെ, നോക്കൂ. ആദ്യത്തെ അടിസ്ഥാന വിവരം എന്താ? ഏറ്റവും വലിയ വൻകര എവറസ്റ്റ് കൊടുമുടി തുടങ്ങിയവ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വൻകരയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യ. അപ്പോൾ അവിടുത്തെ ബോക്സിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഏഷ്യ. ആ ബോക്സ് ഫില്ല് ചെയ്യണം വൻകര വലിപ്പക്രമത്തിൽ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്. പിന്നെ ഏതാണ് ഏറ്റവും അവസാനത്തേത്? ഓസ്ട്രേലിയ അല്ലേ. ഓസ്ട്രേലിയ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. വൻകരകളെ വലിപ്പക്രമത്തിൽ എഴുതുക. ഓക്കെ, പിന്നെ ഓരോന്നിൻ്റെയും അടിസ്ഥാന വിവരങ്ങൾ എഴുതണം.
ആഫ്രിക്കയുടെ അടിസ്ഥാന വിവരം എന്താണ്? ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സഹാറയും നൈലും ഒക്കെ ഈ ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. വടക്കേ അമേരിക്കയുടെ അടിസ്ഥാന വിവരം തന്നിട്ടുണ്ട്. പഞ്ചമഹാ തടാകങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നു. എക്സിമോകൾ അവിടുത്തെ പ്രത്യേകതയാണ്. ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്താണ് വടക്കേ അമേരിക്ക എന്ന് തന്നിട്ടുണ്ട്. തെക്കേ അമേരിക്കയുടെ സവിശേഷതയും തന്നിട്ടുണ്ട്. ആമസോൺ നദി തെക്കേ അമേരിക്കയിലൂടെയാണ് ഒഴുകുന്നത്. മരിച്ചിനിയുടെ ജന്മദേശമാണ് തെക്കേ അമേരിക്ക. ഓക്കെ, ഇനി അന്റാർട്ടിക്കയുടെ അടിസ്ഥാന വിവരം നമ്മൾ എഴുതണം. എന്താണ് അന്റാർട്ടിക്കയുടെ അടിസ്ഥാന വിവരം? എന്താ? വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. പിന്നെയോ സ്ഥിരമായ ജനവാസം ഇല്ല. സ്ഥിരമായ ജനവാസമില്ലാത്തത് അന്റാർട്ടിക്കയിലാണ്. പിന്നെയോ ഏറ്റവും തണുപ്പ് കൂടിയ ഭൂഖണ്ഡവും അന്റാർട്ടിക്കയാണ്. അതുകൊണ്ട് തന്നെയാണല്ലേ അവിടെ ജനവാസം സ്ഥിരമായിട്ടില്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് യൂറോപ്പ് തന്നിട്ടുണ്ട്. യൂറോപ്പിന്റെ അടിസ്ഥാന വിവരവും തന്നിട്ടുണ്ട്. ലണ്ടൻ നഗരം ഇവിടെയാണ് വ്യവസായ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നു. പാതിരാ സൂര്യന്റെ നാടെന്നൊക്കെ അറിയപ്പെടുന്നത് യൂറോപ്പാണ് അല്ലെ. എന്നാൽ ഏറ്റവും അവസാനം നോക്കൂ, വൻകര ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും ചെറിയ വൻകര ഏതാണ്? കങ്കാരുകളുടെ നാട് ഏതാണ്? ഓസ്ട്രേലിയ. അപ്പോൾ അത് ബോക്സ് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കൽ കൂടി വൻകരകൾ വലിപ്പക്രമത്തിൽ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ക്ലിയർ? ഇനി അതിലെ ബി പ്രവർത്തനം നോക്കൂ. ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വൻകര ഏത്? ഓഷ്യാനിയ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓസ്ട്രേലിയയാണ് ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായ ഓസ്ട്രേലിയ. ക്ലിയർ? അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാലോ. പ്രവർത്തനം 3. മൗര്യ കാലഘട്ടത്തിൽ സമൂഹം, സമ്പത്ത്, കല എന്നീ രംഗങ്ങളിൽ വൻ പുരോഗതി ഉണ്ടായി ഇല്ലേ? മൗര്യ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിരുന്നു ആ കാലഘട്ടത്തിൽ സമൂഹപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ വളരെയേറെ പുരോഗതികൾ ഉണ്ടായി. ചോദ്യം നോക്കിക്കോളൂ. മൗര്യ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം. കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. കാർഷിക വൃത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും പ്രചാരം നേടി. കൃഷിയും വാണിജ്യവും അഭിവൃദ്ധി പ്രാപിച്ചു. കൃഷിയുടെ പുരോഗതിക്കായി രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവടത്തിന്റെ പുരോഗതിക്കായി നിരവധി പാതകൾ നിർമ്മിച്ചു. ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം എന്ത് ചെയ്യേണ്ടത്? കുറിപ്പ് തയ്യാറാക്കേണ്ടത്. എന്തൊക്കെ ഉൾപ്പെടുത്താം? ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. കാർഷിക പ്രവൃത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും പ്രചാരം നേടി. കൃഷിയും വാണിജ്യവും അഭിവൃദ്ധി പ്രാപിച്ചു. കൃഷിയുടെ പുരോഗതിക്കായി രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവടത്തിന്റെ പുരോഗതിക്കായി നിരവധി പാതകൾ നിർമ്മിച്ചു. അടുത്ത എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന ചരിത്ര സ്മാരകത്തിന്റെ പേരെഴുതുക. ചിത്രം കണ്ടല്ലോ. ഏത് ചരിത്ര സ്മാരകത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്? സാഞ്ചിയിലെ സ്തൂപം അല്ലേ? ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാഞ്ചിയിലെ സ്തൂപം. ഓക്കെ, അടുത്ത പ്രവർത്തനം 4ലേക്ക് കടക്കാം. പ്രവർത്തനം 4. ഇരുമ്പിന്റെ കണ്ടുപിടുത്തം ഗംഗാസമതലത്തിലെ ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ ആര്യന്മാർക്ക് സഹായകരമായി. നമുക്കറിയാം, നമ്മൾ പാഠം പഠിച്ചപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇരുമ്പിന്റെ കണ്ടുപിടുത്തം ഗംഗാസമതലത്തിലെ ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ ആര്യന്മാർക്ക് സഹായകരമായി. ചോദ്യം നോക്കൂ. എ. ചെമ്പ്, വെങ്കലം എന്നിവയിൽ നിന്ന് ഇരുമ്പിനുള്ള വ്യത്യാസം എന്ത്? എന്താണ് ചെമ്പ്, വെങ്കലം ഇതിൽ നിന്ന് ഇരുമ്പിനുള്ള വ്യത്യാസം എന്താണ്? ഇവയേക്കാൾ, അതായത് ചെമ്പിനേക്കാളും വെങ്കലത്തെക്കാളും കാഠിന്യം കൂടുതലാണ് ഏതിന്? ഇരുമ്പിന്. ബി. ഗംഗാസമതലത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? താഴെ 3-4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഗംഗാസമതലത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് തന്നിരിക്കുന്നത് നോക്കൂ. വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ, മലനിരകൾ നിറഞ്ഞ ഭൂപ്രദേശം, ഫലഭൂയിഷ്ഠമായ എക്കൽമണ്ണ്, ജലസമൃദ്ധമായ നദികൾ ഒഴുകുന്നു. എവിടെ? ഗംഗാസമതലത്തിൽ. ഇതിലേതാണ് തെറ്റ്? ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതോ ഒന്ന് മാത്രം ഗംഗാസമതലത്തിൻ്റെ സവിശേഷതകൾ പെടുന്നതല്ല. ഏതാണ്?
മലനിരകൾ നിറഞ്ഞ പ്രദേശം. ഗംഗാസമതലം ഒരിക്കലും മലനിരകൾ നിറഞ്ഞ ഭൂപ്രദേശം അല്ല, അല്ലേ? ഗംഗാസമതലം മലനിരകൾ നിറഞ്ഞ ഭൂപ്രദേശമല്ല. എന്നാൽ വൻ മരങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണുണ്ട്. ജലസമൃദ്ധമായ നദികളും ഒഴുകുന്നുണ്ട്. സി, കന്നുകാലി വളർത്തലിൽ നിന്നും കൃഷിയിലേക്കുള്ള വളർച്ച ജനങ്ങളുടെ ജീവിത രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എഴുതാം, അല്ലേ? അതിലെഴുതുമ്പോൾ പ്രധാനമായിട്ട് ഉണ്ടാക്കേണ്ടത് അവരെ എന്ത് ചെയ്തു? കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും സ്ഥിരവാസം ആരംഭിച്ചു. കന്നുകാലി വളർത്തലായിരുന്ന സമയത്ത് അവർ സ്ഥിരവാസം ഉറപ്പിച്ചിരുന്നില്ല. അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ കൃഷിപ്പണി തുടങ്ങിയപ്പോൾ അവർ സ്ഥിരവാസം ഉറപ്പിച്ചു, അല്ലേ? കൃഷിപ്പണി ചെയ്യണമെങ്കിൽ ഒരിടത്ത് സ്ഥിരമായിട്ട് ഉറപ്പിക്കണം. അവിടെ സ്ഥിരമായി നിന്നാൽ മാത്രമേ കൃഷിപ്പണി അല്ലെങ്കിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൃഷിപ്പണി ഉറപ്പിച്ചതോടുകൂടി അല്ലെങ്കിൽ കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞതോടുകൂടി സ്ഥിരവാസം ആരംഭിച്ചു. കാർഷികോൽപാദനം വർദ്ധിച്ചു. പിന്നെയോ മിച്ചം വന്ന ഉൽപ്പാദനങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പനയൊക്കെ തുടങ്ങി. ഈ ഗംഗാസമതലത്തിൻ്റെ സവിശേഷതകൾ വരുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എഴുതാൻ പറ്റില്ലേ ഇതൊക്കെ ചേർത്ത് ഒരു കുറിപ്പ്? പറ്റും. ഓക്കെ, അപ്പോൾ പ്രവർത്തനം 5 കടന്നാലോ? പ്രവർത്തനം 5. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തി തിരുത്തി എഴുതുക. തെറ്റ് അങ്ങനെ തന്നെ വെക്കാനല്ല, അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാനോ അല്ല, തെറ്റായതിനെ കണ്ടുപിടിച്ചിട്ട് ശരിയായിട്ട് എഴുതണം. തന്നിരിക്കുന്നത് നോക്കൂ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ്. ബി, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 9. അപ്പോൾ ഇതിൻ്റെ വാക്കുകളൊക്കെ നമ്മൾ ആദ്യത്തെ പ്രവർത്തനത്തിൽ പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ്? ആദ്യത്തേത് നോക്കൂ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ്. ശരിയാണോ അത്? അത് തെറ്റായ പ്രസ്താവനയാണ്, അല്ലേ? അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. അത് ശരിയാണോ? ശരിയാണ്, അല്ലേ? സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം എന്നറിയപ്പെടുന്നത്. സി നോക്കൂ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 9. ശരിയോ തെറ്റോ? തെറ്റ്. ഞാനപ്പോൾ പറഞ്ഞു 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിലെ പ്ലൂട്ടോയെ ഗ്രഹപ്പട്ടികയിൽ നിന്നും പുറത്താക്കി. ഇപ്പോൾ ഗ്രഹങ്ങളുടെ എണ്ണം 8. അപ്പോൾ അവിടെ എങ്ങനെ എഴുതണം? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. ഓക്കെ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. ഓക്കെ, അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കിക്കോളൂ. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണല്ലോ ഭൂമി. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കണം. ജീവൻ നിലനിൽക്കണമെങ്കിൽ അവിടെ എന്താണ്? അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അതുപോലെ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, അല്ലേ? അതുപോലെ സൂര്യനിൽ നിന്നും ശരിയായ അകലത്തിലായിരിക്കണം. കാരണം മിതമായ ചൂടും തണുപ്പും ഉണ്ടാവണം ഭൂമിക്ക്. അമിതമായ ചൂടോ അമിതമായ തണുപ്പോ ആണെങ്കിൽ ഭൂമിയിലുള്ളവർക്ക് അവിടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. അപ്പോൾ സൂര്യനിൽ നിന്ന് ശരിയായ അകലത്തിലായിരിക്കണം നമ്മുടെ ഭൂമിയുടെ സ്ഥാനം. പിന്നെയോ ധാതുസമ്പന്നമായ മണ്ണായിരിക്കണം. കാരണം എങ്കിലേ അവിടെ ജീവജാലങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? ഇതൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും മൂന്നെണ്ണമെങ്കിലും കുറഞ്ഞത് എഴുതണം. ഓക്കെ, ഇത്രയും എഴുതിയാൽ അത്രയും നല്ലത്. ഇതെല്ലാം വെച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ക്ലിയർ? അടുത്ത പ്രവർത്തനം 6. മഗധയുടെ വളർച്ച വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നടന്നത്. വളർച്ചാ ഘട്ടങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നു. അവ ക്രമപ്പെടുത്തി എഴുതുക. ക്രമം തെറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ ക്രമപ്പെടുത്തി എഴുതണം. വാണിജ്യ കാർഷിക അഭിവൃദ്ധി സാമ്പത്തിക മുന്നേറ്റമുണ്ടാക്കി. ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാൻ കഴിഞ്ഞു. പിന്നെയോ സൈന്യ രൂപീകരണത്തിന് സഹായിച്ചു. മഗധ വിശാലമായ രാജ്യമായി മാറി. കാർഷികോൽപാദനം വർദ്ധിച്ചു. ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ക്രമപ്പെടുത്തി എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാൻ കഴിഞ്ഞു. കാർഷികോൽപാദനം വർദ്ധിച്ചു. വാണിജ്യ കാർഷിക അഭിവൃദ്ധി സാമ്പത്തിക മുന്നേറ്റമുണ്ടാക്കി. പിന്നെ ഇതിൽ നിന്നൊക്കെ ലഭിച്ച സമ്പത്ത് സൈന്യ രൂപീകരണത്തിന് സഹായിച്ചു. മഗധ വിശാലമായ രാജ്യമായി മാറി. ഒരിക്കൽ കൂടി, ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാൻ കഴിഞ്ഞു. കാർഷികോൽപാദനം വർദ്ധിച്ചു.
വാണിജ്യ കാർഷിക അഭിവൃദ്ധി സാമ്പത്തിക മുന്നേറ്റമുണ്ടാക്കി. സമ്പത്ത് സൈന്യ രൂപീകരണത്തിന് സഹായിച്ചു. മഗധ വിശാലമായ രാജ്യമായി മാറി. ഓക്കെ. പ്രവർത്തനം 7. പ്രാചീന തമിഴകത്തിൽ ഓരോ തിണകൾക്കും ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പ്രാചീന തമിഴകത്തിൽ താഴെ പറയുന്ന സ്ഥലങ്ങൾക്ക് ഏതെല്ലാം ഭൂമിശാസ്ത്ര സവിശേഷതകളായിരുന്നു ഉണ്ടായിരുന്നത്? പാലക്കാട്, മരുതൻകുഴി, മുല്ലക്കര, പാലത്തറ, മരുതൂർ. ഈ പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ് എഴുതേണ്ടത്. എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ? പാലക്കാട് വരണ്ട പ്രദേശമായിരുന്നു. മരുതൻകുഴി വയലായിരുന്നു. മുല്ലക്കര കാടും പുൽമേടുകളുമായിരുന്നു. പാലത്തറ വരണ്ട പ്രദേശമായിരുന്നു. പാലത്തറയും പാലക്കാടും വരണ്ട പ്രദേശമായിരുന്നു. മരുതൂർ വയലായിരുന്നു അല്ലേ? മരുതൻകുഴിയും മരുതൂറും വയലുകളായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത 8ാമത്തെയും അവസാനത്തെയുമായ പ്രവർത്തനം നോക്കൂ മക്കളെ. ലോകഭൂപടത്തിൽ താഴെ നൽകിയിരിക്കുന്ന വൻകരകളും സമുദ്രങ്ങളും അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് ഒരു മാപ്പ് തരും. ലോകഭൂപടത്തിൻ്റെ ഒരു മാപ്പ് തരും. നിങ്ങളതിൽ കൃത്യമായ സ്ഥാനം അടയാളപ്പെടുത്തണം. അപ്പോൾ കൃത്യമായിട്ടും പാഠപുസ്തകത്തിൽ നോക്കി നമ്മുടെ വൻകരകളുടെ സ്ഥാനം, വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനം നന്നായി പഠിക്കുക. നന്നായി പഠിക്കുകയാണെങ്കിൽ അതിലെ മുഴുവൻ മാർക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇവിടെ തന്നിരിക്കുന്നത് ആഫ്രിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം ഇവ അടയാളപ്പെടുത്താനാണ്. അപ്പോൾ അത് പാഠപുസ്തകം നോക്കി കൃത്യമായിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് പഠിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.